ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പറയുകയാണ് ഒരു ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെലോ ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഒരു ഇൻ്റർവെൽ ഐയിലുള്ള 2 പോയിൻറ്റുകളാണ് x1 x2. ആ ഇൻ്റർവെല്ലിൽ 2 പോയിൻറ്റുകൾ, അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ഈ x1 x2 എന്നുള്ളത് അടയാളപ്പെടുത്തും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ്, അതായത് ഫംഗ്ഷൻസ് എഫ് ഓഫ് x1 x2 y ആക്സിസിൽ അടയാളപ്പെടുത്തും. അപ്പോൾ നമ്മൾക്ക് അടയാളപ്പെടുത്താം, ഈ x1 ഇവിടെ അടയാളപ്പെടുത്താം. ഈ ഇൻ്റർവെല്ലിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്, ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലെ 2 പോയിൻ്റാണ് x1 ആൻഡ് x2. x1 ഇത് x2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന വൈ ഫംഗ്ഷൻ, അതായത് ഇത് ഡൊമൈനും ഇവിടെ കോ ഡൊമൈൻ, അതായത് ഫങ്ഷൻസ് നമ്മൾ എഫ് ഓഫ് x1 ഇവിടെ എഫ് ഓഫ് x2, അതായത് x1 എന്ന വാല്യൂ ആ ഫംഗ്ഷന് കൊടുക്കുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ഫങ്ഷണൽ വാല്യൂ ആണ് എഫ് ഓഫ് x1. അത് ഈ പോയിൻ്റ് ആയിരിക്കും. ഇനി x2 എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് x2 എന്ന് പറഞ്ഞാൽ x2ന് ഈ വാല്യൂ ഇവിടെ 3ഓ 2ഓ എന്ത് വേണമെങ്കിലും ആവാം, ഈ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് x2. അപ്പോൾ ഈ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂ ഇത്, x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷണൽ വാല്യൂ ഇതിങ്ങനെ നമ്മൾ ഒരു രണ്ട് പോയിൻ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വരും, ഇങ്ങനെ ഗ്രാഫ് വരും. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ x1 ചെറുത്, നമുക്ക് ഈ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തുമ്പോൾ 1 2 3 അങ്ങനെ ചെറുതെന്ന് വലുതിലേക്കാണ്. ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ y ആക്സിസിന് പോസിറ്റീവാണ്. 1 2 3 4 അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് x1 നമുക്കിത് കണ്ടറിയാം, x1 ആണ് ചെറുത്, x2 വലുതാണ്. x1നേക്കാളും വലുതാണ് x2. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എടുക്കുമ്പോൾ എഫ് ഓഫ് x1നേക്കാളും വലുതാണ് എഫ് ഓഫ് x2. അപ്പം നമ്മൾ ഈ ഫംഗ്ഷനിൽ x1 ചെറുതായിട്ട് x2 വലുതായിട്ട് എടുത്തിട്ടുള്ളത്. x1 ലെസ് ദാൻ x2 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്നാണ് കിട്ടണത്. അതായത് എഫ് ഓഫ് x1 ചെറുതായപ്പോൾ എഫ് ഓഫ് x1 ആണ് ചെറുത്, x2 വലുത്, എഫ് ഓഫ് x2 വലുത്. അപ്പോൾ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്നാണ് ഇതിൽ കിട്ടുന്നത്. ചിലപ്പോൾ ഈക്വൽ ടു ആവാം. ഇങ്ങനെ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഈ ഫംഗ്ഷനെ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷനാണെന്ന് പറയും. ഇനി നമ്മൾ നേരെ തിരിച്ചെടുക്കണം, വേറൊരെണ്ണം ഇതിലെടുക്കാം. ഇതിൽ x1 ഇതെടുത്തു, x2, അതായത് ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിലുള്ള 2 പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ്, ഏതെങ്കിലും പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. x1 x2 ഇവിടെയും നമ്മൾ x1 സ്മോൾ, x2 വലുത്, നമുക്കിത് കണ്ടറിയാം. x1 ഇവിടെയാണ് അടയാളപ്പെടുത്തി, x2 നെക്സ്റ്റ്. അപ്പം x1 ലെസ് ദാൻ x2 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് x1ൻ്റെ വാല്യൂ ഇത് എഫ് ഓഫ് x2ൻ്റെ വാല്യൂ ഇതും എഫ് ഓഫ് x1ൻ്റെ വാല്യൂ ഇവിടെയാണ്. അപ്പോൾ ഇത് x2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എഫ് ഓഫ് x2ൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇവിടെ, x1ൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് x1 ലെസ് ദാൻ x2 എടുക്കുമ്പോൾ ഇംപ്ലൈസ് എന്താണ് കിട്ടിയത്? എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ, അതായത് ഇവിടെ നമ്മൾ എടുത്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ x1 ഗ്രേറ്റർ ദാൻ x1 ലെസ് ദാൻ x2 എടുക്കുമ്പോൾ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 കിട്ടിയാൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഗ്രാഫ് ഈ ഷേപ്പിലാണ് വരിക. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 വന്നാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഇങ്ങനത്തെ ഫംഗ്ഷനെ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് ഗ്രേറ്റർ ദാനും ആവാം, ഈക്വൽ ടു ആവാം. ഇവിടെയും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ വരുന്ന കേസ് ഈക്വൽ ടു ആവാം. അതായത് ഈ F1ഉം F2ഉം ഒരു സെയിം ലൈനിൽ വരാം. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ ഞാൻ ഇത് കാണിച്ചു തരാം. അതായത് ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക ഗ്രാഫ്. അതായത് ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഇത് ഷേപ്പ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇനി ഇവിടെ നോക്കുക, ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരിക. അതായത് ഈ ഷേപ്പിലാണ് വരിക. ഈ 2 ഫംഗ്ഷനെയും എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നും സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫും ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫും വരുന്നത് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇത് രണ്ടും എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് എന്ന് പറയണമെന്ന് വെച്ചാൽ
എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു പോകുക. എക്സിൻ്റെ വാല്യൂ ഇവിടെ നിങ്ങോട്ട് നീങ്ങും തോറും വലുതാവുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈക്വൽ ടു വരുന്നില്ല. അങ്ങനത്തെ ഫംഗ്ഷൻ, ഈ ഷേപ്പിൽ വരുന്ന ഗ്രാഫ് വരുന്ന ഫംഗ്ഷന് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് വരും. അതായത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ x1 less than x2 implies f of x1 less than f of x2 ആയിരിക്കും. ഇതാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി വെറും ഇൻക്രീസിങ് ഫംഗ്ഷൻ നമ്മൾ വേറെ എണ്ണത്തിൽ x1 less than x2 implies f of x1 less than or equal to f of x2. ഈക്വൽ ടു കേസും വരാം. അതിന് ഇൻക്രീസിങ് ഫംഗ്ഷൻ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനും ഇങ്ങനെ ഈക്വൽ ടുവും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം നിങ്ങൾ നോക്കുക, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇനി അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക, ഇത് വൈ വാല്യൂ, അതായത് ഇവിടെ വരെ ഇൻക്രീസ് ചെയ്തു. എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ വൈ വാല്യൂ ഇവിടെ വരെ ഇൻക്രീസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ എക്സ് വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്ത് പോകണം ഇവിടെ നിങ്ങൾ. പക്ഷേ വൈയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കണേ. വൈയുടെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെയും വേണമെങ്കിൽ അത് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യണം. വീണ്ടും പല കേസുകളിലും എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതായത് റൈറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എക്സിൻ്റെ വാല്യൂ റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മേലോട്ട് പോകണില്ല, ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ ചിലപ്പോൾ ഒക്കെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പല പോയിന്റിലും കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിം വാല്യൂ വരും. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനെയാണ്, ഇങ്ങനത്തെ ഗ്രാഫുള്ള ഫംഗ്ഷനാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. എക്സ് വാല്യൂ വലുതാവുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വാല്യൂ വലുതാവുക തന്നെയാണെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. ഇവിടെയാണ് ഈക്വൽ ടു എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈക്വൽ ടു പറഞ്ഞതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇതാണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി ഡിക്രീസിങ്ങിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. അതായത് എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് പോരുകയാണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും, വൈയുടെ വാല്യൂ മേലോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. വൈയുടെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, പക്ഷേ അത് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇതാണ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇനിയിപ്പോൾ ഈ വെറും ഇൻക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞ പോലെ ഡിക്രീസിങ് ഫംഗ്ഷനുണ്ട്. അതായത് ആദ്യം എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ വാല്യൂ ഡിക്രീസ് ചെയ്യും. പിന്നെ കുറേ നേരം ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. പിന്നെ ഇൻക്രീസ് ചെയ്യുക, പിന്നെയും കോൺസ്റ്റൻ്റ് ആവുക, അങ്ങനെ പോകണം. അങ്ങനെയാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വരിക, x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. ഏതിന്? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്ങിന്. മറ്റേനെന്തായിരിക്കും? x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കും ഡിക്രീസിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതുപോലെ ഇത് ഡിക്രീസിങ്ങിൻ്റെ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ. മറ്റേതോ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നും പറയും. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ നമുക്ക് എഴുതി വയ്ക്കാം. കണ്ട, ലെറ്റ് ഐ ബി എൻ ഇൻ്റർവെൽ കണ്ടെയ്ൻ ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള പോയിന്റുകളാണ്. ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ പോയിന്റാണ് നമ്മൾ x1 x2 എന്നൊക്കെ എടുത്തിട്ടുള്ളത്. ആ ഇൻ്റർവെല്ലിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് സെഡ് ടു ബി ഇൻക്രീസിങ്. ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ഫോർ ഓൾ. അതിലത്തെ എല്ലാ x1നും x2നും, അതായത് ഇൻ്റർവെൽ ഐയിലുള്ള എല്ലാ x1 x2 ബിലോങ്സ് ടു ഐ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലുള്ള എല്ലാ പോയിൻറ്റ്സിനും ഇത് ബാധകമാണ്.
ഇങ്ങനെയാണെങ്കിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി എപ്പോഴാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നത്? i ഈക്വൽ ടു ഉണ്ടാവില്ല. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ഈക്വൽ ടു ഉണ്ടാവില്ല. ഈക്വൽ ടു ഇല്ലാതെ കറക്റ്റായിട്ട് ഇതിൻ്റെ പോലെ തന്നെയാണ് ഫംഗ്ഷനും വരുന്നത്. ഏതാണ് ചെറുത്? ഫംഗ്ഷനും അത് തന്നെയാണ് ചെറുത്. ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു i. x1 x2 എന്ന് പറഞ്ഞത് i എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും 2 പോയിന്റുകളൊന്നും അടുത്തുള്ളൂ. ഇനി ഡിക്രീസിങ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇഫ് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈ ഈക്വൽ ടു ഉണ്ടാവില്ല. എഫ് ഓഫ് x1 ലെസ് ദാൻ അല്ല, സോറി, ഇഫ് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയും. ഈ ഗ്രേറ്റർ ദാന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഡിക്രീസിങ് ആണ്. ഈക്വൽ ടു ഇല്ലാതെ ഗ്രേറ്റർ ദാൻ മാത്രമാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയും. ഇനി വേറൊരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എക്സ് വാല്യൂസ് ഇവിടെ ഇങ്ങനെ എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് പോണേ, പക്ഷേ വൈ വാല്യൂ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് പോണേ. വൈ വാല്യൂ ഡിക്രീസ് ചെയ്യുക ചെയ്യണം. പിന്നെ വീണ്ടും എക്സ് വാല്യൂ ഇൻക്രീസിങ് തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്ക് തന്നെയാണ് ഇത് നീങ്ങി പോണേ. പക്ഷേ ഫങ്ഷണൽ വാല്യൂ ആദ്യം മേലോട്ട് പോകും, പിന്നെ താഴത്തോട്ട് പോകും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അങ്ങനെ പോണ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണോ ഡിക്രീസിങ് ഫംഗ്ഷനാണോ രണ്ടും പറയാൻ പറ്റില്ല. ചില കേസിൽ ഇങ്ങനെയും വരാം, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യണതനുസരിച്ച്, പക്ഷേ എഫ് ഓഫ് എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യണമില്ല ഡിക്രീസ് ചെയ്യണമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. അപ്പോഴും ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി ക്വസ്റ്റ്യനാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാം. എക്സാമ്പിളാണിത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7x - 3 ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഏതൊരു റിയൽ നമ്പർ എടുത്താലും ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതെങ്കിലും 2 പോയിൻ്റ് ഇതുപോലെ തന്നെ എടുക്കാം. ലെറ്റ് x1 x2 be any 2 numbers in R. റിയൽ നമ്പറിലല്ല, റിയൽ നമ്പേഴ്സിലുള്ള ഏതെങ്കിലും 2 നമ്പറാണ് x1ഉം x2. ദെൻ നമ്മളങ്ങനെയാണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ x1 ഇതിലെടുത്തിട്ടുള്ള നമ്മളെടുത്ത നമ്പർ x1 ലെസ് ദാൻ x2 ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. x1 ലെസ് ദാൻ x2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇംപ്ലൈസ് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7x - 3 എന്നുള്ളതാണ് ഫംഗ്ഷൻ. 7x - x1 ലെസ് ദാൻ x2 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 7x1 ലെസ് ദാൻ 7x2 ആയിരിക്കുമല്ലോ. കാരണം ഈ x1ൻ്റെ ഇപ്പുറത്തൊരു 7, 2 സൈഡിലും 7 സെയിം നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ 7 ഇവിടെ 7. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് ഇവിടെ 7 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7x1 ലെസ് ദാൻ 7x2 ആയിരിക്കും. ഇനി ഇംപ്ലൈസ്, ഇനി ഇതിൻ്റെ രണ്ടെണ്ണത്തിനും 7 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇംപ്ലൈസ് ഇവിടെ നിന്ന് രണ്ടിനും 3 മൈനസ് ചെയ്യാൻ പോവാം നമ്മൾ. 7x1 - 3 ലെസ് ദാൻ ആയിരിക്കും 7x2 - 3. രണ്ട് സൈഡിലും 3 മൈനസ് ചെയ്താലും ഇതിന് വാല്യൂ വ്യത്യാസം വരില്ല. 7x1 - 3 ഇവിടെ 7x2 - 3 ഇവിടെ രണ്ടും 7 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഈ ലെസ് ദാൻ വാല്യൂ വ്യത്യാസം വന്നില്ല. ഇവിടെ 2 സൈഡിലും -3 മൈനസ് ചെയ്തപ്പോഴും വാല്യൂ വ്യത്യാസം വന്നില്ല. അപ്പോൾ 7x1 - 3 ലെസ് ദാൻ 7x2 - 3. അത് ഇംപ്ലൈസ് എന്താണ് വരുന്നത്? ഇംപ്ലൈസ് ഇതെന്ന് പറയുന്നത് ഏതാ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 7x - 3 ആണ്. അപ്പോൾ 7x1 - 3 എന്ന് പറഞ്ഞാൽ ഏതാ? എഫ് ഓഫ് x1 ആണ്. എഫ് ഓഫ് x1 ലെസ് ദാൻ 7x2 - 3 എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനാണ്? എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതായത് ഈ എക്സിന് x1 കൊടുത്തപ്പോഴും x2 കൊടുത്തപ്പോഴും കിട്ടുന്ന ഫംഗ്ഷനാണ് 7x1 - 3. x2 കൊടുത്തപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ 7x2 - 3. അപ്പോൾ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എന്ത് വന്നു? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore എഫ് ഈസ് ലെസ് ദാൻ അല്ലേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. എഫ് ഈസ്
സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ് ആർ x1 x2 റിയൽ നമ്പേഴ്സിൽ 2 നമ്പർ നടത്തിട്ടുള്ളത് f1 f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഓക്കെ, ഇനി എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ഈ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതായത് അതിൻ്റെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ആ ഫങ്ഷൻ അറിയാനുള്ള മെത്തേഡാണിത്. അതായത് അങ്ങനെയാണെങ്കിൽ എഫ് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആണെങ്കിൽ എഫ് ഈസ് സെഡ് ടു ബി സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എപ്പോഴാണ് എഫ് ഡാഷ് എക്സ് 0, അതായത് എഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും, നമ്മൾ എഫ് ഡാഷ് എക്സ് കാണുക, ആ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി എഫ് ഈസ് സെഡ് ടു ബി ഇൻക്രീസിങ്, വെറുതെ സ്ട്രിക്ട്ലി അല്ല ഇൻക്രീസിങ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഇവിടുത്തെ ഈക്വൽ ടു ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഇനി നമ്മൾ ഈ കണ്ട എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് എക്സ് കാണുക, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻക്രീസിങ്, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിക്രീസിങ്. അതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് 4x. എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ ഈ എക്സുകളൊക്കെ റിയൽ നമ്പേഴ്സാണ്. ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓൺ ആർ ഓർ റിയൽ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾക്ക് ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ, ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് 4x. ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ. എക്സ് ബിലോങ്സ് ടു ആർ, റിയൽ നമ്പേഴ്സാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് കാണാം. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എഫ് ഡാഷ് എക്സ് കാണാൻ പഠിച്ചതാണ്. 5th ചാപ്റ്ററിൽ ഈ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എന്താ കിട്ടുക? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് ഇവിടെ ഒരു 3 ഉണ്ട്, 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x മൈനസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു n മൈനസ് 1 എന്നാണ്. ഒന്ന് വെറുതെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഇത് ഈസിയാണ്. എക്സ് ക്യൂബ് ആകുമ്പോൾ അപ്പം എന്താ എഴുതുക? ഈ എന്നിന് പകരമൊക്കെ 3 എന്ന് എഴുതുക. 3x റേസ് ടു 3 മൈനസ് 1. അങ്ങനെയാണ് 3x² എന്ന് പറയുന്നത്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ x² ആണെങ്കിൽ എന്താ വരും? x² ഈക്വൽ ടു ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ആണ് കേട്ടോ. കാണുമ്പോൾ എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് x² എന്ന് പറഞ്ഞാൽ 2x റേസ് ടു 2 മൈനസ് 1 ഈക്വൽ ടു 2x. അങ്ങനെയാണ് ഇത് കിട്ടണത്. പിന്നെ 4x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1x റേസ് ടു 1 മൈനസ് 1. അപ്പോൾ ഈക്വൽ ടു 1x റേസ് ടു 0. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ആണ് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ 4 കിട്ടും. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 3x² മൈനസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3x², 3 ഇൻറ്റു 2 മൈനസ് 6x മൈനസ് 4. ഇതാണ് എഫ് ഡാഷ് എക്സ് കിട്ടുക. ഇതിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3x² മൈനസ് 6x മൈനസ് അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ എഫ് എഫ് എക്സ് എഴുതിയപ്പോൾ തെറ്റിയതാണ്. പ്ലസ് 4x ആണ് ഇവിടെ വരുന്നത്. പ്ലസ് ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ്, അപ്പോൾ ഇത് പ്ലസ്. അപ്പോൾ നമ്മൾ ഇത് 3x² എഴുതി, മൈനസ് 6x എഴുതി, 4നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. 3 + 1 എഴുതി. ഈ 4നെ 3 + 1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈക്വൽ ടു, ഇനി ഇത് ഈ 3 ടേമിൽ നിന്ന് 3 പുറത്തെടുക്കാം. 3 പുറത്തെടുത്തുമ്പോൾ ഇതിൽ x²
മൈനസ് ഇവിടെ 3 പുറത്തെടുക്കുമ്പോൾ 2x പ്ലസ് ഇവിടെ 3 പുറത്തെടുക്കുമ്പോൾ 1, പിന്നെ ഈ +1 ഉണ്ട്, +1 ഈക്വൽ ടു 3 ഇൻറ്റു ഇത് x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണോ നോക്കിയേ. x² - 2x + 1 എന്ന് പറയുന്നത് x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. പിന്നെ ഈ +1. ഇനി നോക്ക്, ഇത് എപ്പോഴും ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഏത് റിയൽ നമ്പേഴ്സിൻ്റെ വാല്യൂ, അതായത് ഇത് മൈനസ് വാല്യൂ ആയാലും പ്ലസ് വാല്യൂ ആയാലും ഏത് വാല്യൂ എക്സിന് കൊടുത്താലും ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ടേം ആയിരിക്കും. എക്സിന് ഇപ്പം -3 -5 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് -6 എന്ന് വരും. -5 -1 എന്ന് പറഞ്ഞാൽ -6 എന്ന് വരാം. -6ൻ്റെ ഹോൾ സ്ക്വയർ കാണുമ്പോൾ അത് പ്ലസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇതിന് എക്സിന് ഏത് റിയൽ വാല്യൂ കൊടുത്താലും ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു വാല്യൂ 1 ആണ്. 1 - 1 എന്ന് പറഞ്ഞാൽ 0 വരും. 0 ആയാലും ഈ ടേംസ്, അപ്പോൾ ഈ മൊത്തം ടേം ഇത് 1 - 1 ഇത് 0 ആവും. 0നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോകും. പക്ഷേ എന്നാലും ഇവിടെ ഒരു +1 ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഈ f' കിട്ടിയത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 0നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? f' എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ്, അതായത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ദെയർഫോർ f(x) ഈസ് ഇൻക്രീസിങ് ആണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണിത്. ഇൻക്രീസിങ് ഓൺ ആർ. ഇത് മനസ്സിലായില്ലേ? അതായത് ഇത് ഒരു സ്ക്വയർ ടേം ആയതുകൊണ്ട് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഈ ടേം പോസിറ്റീവ് ആവും. 1 കൊടുത്താൽ മാത്രമേ ഈ ടേം 0 ആയി പോവും. എന്നാലും ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും f' ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ഫംഗ്ഷനാണെന്നാണ് പറയുക? f ഈസ് എ ഇൻക്രീസിങ് ഫംഗ്ഷൻ. f' ഗ്രേറ്റർ ദാൻ, നമ്മളവിടെ പഠിച്ചു, f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ f ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ആർ, അതായത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ആർ ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) is equal to cos x ആണ് ഫംഗ്ഷൻ, ഈസ് ഡിക്രീസിങ് ഇൻ 0π, അതായത് ഓപ്പൺ ഇൻ്റർവെൽ 0π, ഇൻക്രീസിങ് ഇൻ π 2π ആൻഡ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 to π. അതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ഈ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. f(x) എടുക്കാം. f(x) എന്താണ്? cos x. f(x) എന്ന് പറയുന്നത് cos x ആണ് തന്നത്. ഇനി f'(x) നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. f(x) cos x ആണെങ്കിൽ ഡെറിവേറ്റീവ് f(x), അതായത് f'(x) is equal to cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യമുള്ളത്, sin xൻ്റെ വാല്യൂ എവിടേക്ക് പോസിറ്റീവ് ആവുക? ഫോർത്ത് ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇവിടെ എല്ലാം പോസിറ്റീവ്, ഓൾ പോസിറ്റീവ് ആവും. അതായത് സൈൻ, കോസ്, ടാൻ, കോട്ട് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സൈൻ മാത്രമായിരിക്കും പോസിറ്റീവ്, ഇവിടെ ടാൻ മാത്രമായിരിക്കും പോസിറ്റീവ്, ഇവിടെ കോസ് മാത്രമായിരിക്കും പോസിറ്റീവ്. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ്, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ മാത്രം പോസിറ്റീവ്, തേർഡ് ക്വാർട്ടറിൽ ടാൻജൻറ്റ് മാത്രം പോസിറ്റീവ്, ഫോർത്ത് ക്വാർട്ടറിൽ കോസ് മാത്രം പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് π/2 ആണ്. π/2, ഇത് π/2. ഇവിടുന്ന് ഇവിടെ വരെ ആവുമ്പോൾ π ആവും. വീണ്ടും ഇവിടുന്ന് ഈ തേർഡ് ക്വാർട്ടറിന് കഴിയുമ്പോൾ 3π/2 ആവും. ഈ തേർഡ് ക്വാർട്ടറിന് അവസാനിച്ച് ഫോർത്ത് ക്വാർട്ടറിന്, അതായത് 0ൽ തന്നെ എത്തുമ്പോൾ 2π ആവും. ഇവിടെ π, ഇവിടെ 2π, ഇവിടെ π/2, ഇവിടെ 3π/2. അതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടറിലുള്ള നിയമങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. f'(x) നമുക്ക് മൈനസ് sin x എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിക്രീസിങ് ഇൻ 0π എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം sin xൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് ഇഫ് x belongs to 0π. അതായത് ഇവിടെ സൈനിൻ്റെ എല്ലാ വാല്യൂസും, സൈനും കോസും ടാനും എല്ലാം പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ, സൈൻ മാത്രം പോസിറ്റീവാണ് സെക്കൻഡ് ക്വാർട്ടറിൽ. അപ്പോൾ 0π എന്ന് പറയുന്ന ഇൻ്റർവെൽ, ഇവിടെ 0 തുടങ്ങിയാൽ ഇവിടെ π/2, ഇവിടെ π, അതായത് ഇത്രയും സ്ഥലം, ഇതാണ് 0 to π. 0 to
പൈ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിനും സെക്കൻഡ് ക്വാർട്ടറിനും ചേർന്ന ഇൻ്റർവെല്ലാണ് 0 to പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. അതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ബിലോങ്സ് ടു 0 മുതൽ പൈ വരെ, 0 പൈ ഉൾപ്പെടില്ല ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ട് 0 to പൈ വരെയുള്ള ഈ ഇൻ്റർവെല്ലാണ്, ഫസ്റ്റ് ക്വാർട്ടറിനും സെക്കൻഡ് ക്വാർട്ടറിനും ചേർന്ന ഇൻ്റർവെല്ലാണ് 0 പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ക്വാർട്ടറിലും സൈനിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഇവിടെ സൈനിൻ്റെ വാല്യൂ പോസിറ്റീവാന്ന് പറഞ്ഞു, ഇവിടെ സൈനിൻ്റെ വാല്യൂ പോസിറ്റീവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ക്വാർട്ടറിലും സൈനിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 0-നേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും സൈൻ എക്സിൻ്റെ വാല്യൂ. എവിടെ മാത്രം? ഇഫ് എക്സ് ബിലോങ്സ് ടു 0 പൈ. 0 പൈയിലുള്ള എല്ലാ ആംഗിൾസിലും എല്ലാ ഡിഗ്രി ഓരോ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിൽ സൈനിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ നമുക്കിവിടെ എഫ് ഡാഷ് എക്സ് എന്താ കിട്ടിയിട്ടുള്ളത്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. നോക്കുക, ഇവിടെ സൈൻ മൈനസ് എക്സ് എന്താണ്? സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ആണ്. അപ്പോൾ ദെർഫോർ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ? എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. പക്ഷെ നമ്മളോട് ഡിക്രീസിങ് ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവെല് 0 പൈ. 0 പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല് എഫ് ഡിക്രീസിങ്. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. എഫ് ഡിക്രീസിങ് ഇൻ 0 പൈ ആണോ എന്ന് പ്രൂവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡായിട്ട് എന്താ ചോദിച്ചുള്ളത്? ഇൻക്രീസിങ് ഇൻ പൈ ടു പൈ. ഇൻക്രീസിങ് ഇൻ പൈ ടു പൈ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളിവിടെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണെന്ന് കണ്ടിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സൈൻ എക്സ് ലെസ് ദാൻ 0 ഇഫ് എക്സ് ബിലോങ്സ് ടു ഏത് ഇൻ്റർവെല്ലാണ്? പൈ ടു പൈ. അതായത് പൈ ടു പൈ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ തേർഡ് ക്വാർട്ടറിനും ഫോർത്ത് ക്വാർട്ടറിനും. അതായത് ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ മുതൽ 2 പൈ വരെ. അതായത് ഇത് ഇത്രയും ഭാഗം പൈ മുതൽ 2 പൈ വരെയുള്ള ഈ സെക്ഷൻസ് തേർഡ് ക്വാർട്ടറിനും ഫോർത്ത് ക്വാർട്ടറിനുമാണ്. ഈ തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും സൈൻ നെഗറ്റീവാണ്. ഇവിടെ ടാൻജൻ്റ് ആണ് പോസിറ്റീവ്, ഇവിടെ കോസാണ് പോസിറ്റീവ്. ഇവിടെ രണ്ടും സൈൻ നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവ് ആകുമ്പോൾ ഈ ഇൻ്റർവെല്ലിൽ പൈ ടു പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സൈനിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ സൈൻ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. നെഗറ്റീവ് ആയതുകൊണ്ട് സൈൻ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ലെസ് ദാൻ 0 ആയിരിക്കും. സൈൻ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് അപ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എവിടെ? എക്സ് ബിലോങ്സ് ടു ഏത് ഇൻ്റർവെല്ലിലാണ്? പൈ ടു പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എക്സ് ബിലോങ്സ് ടു പൈ ടു പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ എഫ് എന്തായിരിക്കും? എഫ് ഈസ് ഇൻക്രീസിങ്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയും. എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ പൈ ടു പൈ ഇൻ്റർവെൽ പൈ ടു പൈ. എഫ് പൈ ടു പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് എന്താ ചോദിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ എന്താ ചോദിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ സി എന്താ ചോദിച്ചിട്ടുള്ളത്? നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 to പൈ എന്നാ പറഞ്ഞിട്ടുള്ളത്. 0 to പൈയിൽ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. ഇൻക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല, ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല. 0 to പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. അതായത് നമ്മളത് തന്നെയാണ് 0 to പൈ എന്ന് പറയുന്ന ഇൻ്റർവെൽ പറയുകയാണെങ്കിൽ 0 മുതൽ 2 പൈ വരെയുള്ള ഈ ഇൻ്റർവെൽ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ കണ്ടു. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ ഫങ്ഷൻ ഡിക്രീസിങ് ആണെന്ന് നമ്മൾ തെളിച്ചു. 0 മുതൽ പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ ഫങ്ഷൻ ഡിക്രീസിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പൈ മുതൽ 2 പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ സെയിം ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മളോട് ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആണ്, യൂണിയൻ ആയിട്ടാണ് ചോദിക്കുന്നത്. 0 മുതൽ 2 പൈ വരെയുള്ള ഇൻ്റർവെൽ, 0 മുതൽ 2 പൈ വരെ ഇൻ്റർവെൽ, അതായത് ഈ മൊത്തം സ്പേസിൽ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ, ഈ മൊത്തത്തിൽ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, കാരണം 0 മുതൽ പൈ വരെ ഇത് ഡിക്രീസിങ്ങും ആണ്, പിന്നെ പൈ മുതൽ 2 പൈ വരെ ഇത് ഇൻക്രീസിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടലായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയൻ പറയുമ്പോൾ ഇത് ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ പറയാൻ പറ്റുമോ ഈ ഫംഗ്ഷൻ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഇതിന്ന് രണ്ടെന്നുമാണ് നമ്മൾ
അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നത്. ഫസ്റ്റ് എയിൽ നിന്നും ബിയിൽ നിന്നും പ്രൂവ് ചെയ്തത് അനുസരിച്ചാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യന് ആൻസർ എഴുതുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതിയാൽ മതി. എഫ് ഈസ് ഡിക്രീസിങ് in ഇതില f is decreasing in 0 pi and f is increasing ഏതാ pi 2 pi. f is decreasing in 0 pi and pi is increasing in pi 2 pi. Therefore f is neither increasing nor decreasing in ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് എഴുതുമ്പോൾ 0 to pi എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല, ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഫസ്റ്റും സെക്കൻഡും പ്രൂവ് ചെയ്തതിനനുസരിച്ചാണ് തേർഡിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Find the interval in which the function f given by f of x is equal to x square minus 4x plus 6 is, first question increasing, second question decreasing. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നേരത്തെ ഇതല്ല ചെയ്യേണ്ടത്, ഏത് ഇൻ്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഇൻ്റർവെല്ലിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. f of x equal to x square minus 4x plus 6. ഇനി f dash x കാണണം. f dash x equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 4. പിന്നെ 6 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടുക, അപ്പോൾ ആ ടേമിൽ അപ്പോൾ f dash x is equal to 2x മൈനസ് 4 എന്ന് കിട്ടും. ഇനി നമ്മൾ ആ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഇൻ്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവണമെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിട്ടിയ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് വേണം ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ. എഫ് ഡാഷ് എക്സ് നമുക്ക് കിട്ടിയിട്ട് ആ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് വേണം ഏത് പോയിന്റിലാണ് അത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവണമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് എന്താണ് 2x മൈനസ് 4 ആണ്, ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അപ്പോൾ 2x ഈക്വൽ ടു ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ +4. ഇനി x ഇസ് ഈക്വൽ ടു 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഈ 2 എന്ന് പറഞ്ഞ പോലെ, അതായത് ഇതൊരു നമ്പർ ലൈൻ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആണ് ഇവിടെ, ഇത് പ്ലസ് ഇൻഫിനിറ്റി. ഇത് ഇങ്ങനെയാണ് നമ്പർ ലൈൻ. ഈ നമ്പർ ലൈനിലുള്ള ഒരു പോയിന്റ് 2, ഈ പോയിന്റിലാണ് അത് അതായത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയുള്ള ഈ നമ്പർ ലൈനിനെ 2 എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എഫ് ഡാഷ് എക്സിൽ 0 കൊടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ 2ലാണ് അത് 2 ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ദ പോയിൻറ്റ് x is equal to 2 divide the real line into 2 intervals. രണ്ട് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഏതായാലും 2 ഇൻ്റർവെൽസ് വരെ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള ഒരു ഇൻ്റർവെല്ലും പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ള ഇൻ്റർവെല്ലും. മൈനസ് 2 ഇൻ്റർവെല്ലിൽ മൈനസ് ഇൻഫിനിറ്റി 2 ഒരു ഇൻ്റർവെല്ല്, അടുത്തത് 2 ഇൻഫിനിറ്റി, അതാണ് അടുത്ത ഇൻ്റർവെൽ. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതിനെ മൈനസ് ഇൻഫിനിറ്റി 2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലായിട്ടും 2 ഇൻഫിനിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ഇൻ്റർവെല്ലായിട്ടും 2 ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ 2 പോയിന്റിൽ ഈ 2 ഇൻ്റർവെല്ലിൽ എവിടെയാണ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും വരുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് നോക്കാം? അതായത് ആദ്യം നമുക്ക് എടുക്കാം മൈനസ് ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കാം. മൈനസ് ഇൻഫിനിറ്റി 2 ഈ ഇൻ്റർവെല്ലിൽ എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് നമ്മുടെ എന്താണ് ഈക്വൽ ടു 2x മൈനസ് 4 ആണ് എഫ് ഡാഷ് എക്സ്. ഈ എഫ് ഡാഷ് എക്സിൽ മൈനസ് ഇൻഫിനിറ്റിയുടെയും 2ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുക്കാം. മൈനസ് ഇൻഫിനിറ്റിയുടെയും 2ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ പുട്ട് x is equal to 1 കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ x is equal to 1 കൊടുക്കുമ്പോൾ
അപ്പോൾ എന്താ കിട്ടുക നമുക്ക് എഫ് ഡാഷ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 4. അപ്പോൾ എത്ര കിട്ടുക 2 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. മൈനസ് 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എഫ് ഡാഷ് എക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂസ്, അതായത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്നാണ് കിട്ടുന്നത്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് ഈ ഇൻ്റർവെല്ലിൽ. ദെർഫോർ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി 2. മൈനസ് ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇനി മറ്റേ ഇൻ്റർവെൽ നോക്കാം. അടുത്ത ഇൻ്റർവെൽ ഏതാ? ടു ഇൻഫിനിറ്റി. അതിലും എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 4 ആണ്. അപ്പോൾ അതിൽ എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് ഈ 2ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. ഇതിന് 2ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിൽ ഉള്ളൊരു വാല്യൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 എന്ന് കൊടുക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് 3 ഈക്വൽ ടു 2 ഇൻറ്റു 3 മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 മൈനസ് 4 ഈക്വൽ ടു എത്ര കിട്ടുക? പോസിറ്റീവ് 2. പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ഏത് ഇൻ്റർവെല്ലിലാണ്? ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് ഇൻ്റർവെൽ, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ആ ഇൻ്റർവെല്ലിൽ എവിടെയാണ് എഫ് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ അതിൽ ചെയ്യാം. ഇനി എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 17 ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചെയ്യാം, മറ്റതുപോലെയും ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 17 ആണ്. ഇവിടെ നമ്മൾ റിയൽ നമ്പേഴ്സ് അല്ല ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ എടുക്കും? ലെറ്റ് x1 x2 be any two numbers on R. Then എങ്ങനെ എടുത്തത്? x1 x2 എന്ന് പറയുന്നത് എനി ടു നമ്പേഴ്സ് ഓൺ ആറിലുള്ള ഏതെങ്കിലും നമ്പറാണ്. അതിൽ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് x1 ലെസ് ദാൻ x2 എന്നാണ് സപ്പോസ് ചെയ്യുന്നത്. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് ആണെങ്കിൽ ഇതിൽ രണ്ടിലും 3 മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. 3x1 ലെസ് ദാൻ 3x2 ആയിരിക്കും. രണ്ട് സൈഡിൽ 3 മൾട്ടിപ്ലൈ ചെയ്താലും ഇത് ലെസ് ദാൻ ഇത് തന്നെയായിരിക്കും. ഇംപ്ലൈസ് ഇനി ഇതിൻ്റെ രണ്ടിനും കൂടി നമുക്ക് ഇവിടെ തരുന്ന ആഡ് ചെയ്യേണ്ട 17. 3x1 + 17 ഇവിടെ ആഡ് ചെയ്യുക, അത് ലെസ് ദാൻ തന്നെയായിരിക്കും 3x2 + 17. അതായത് രണ്ട് സൈഡിൽ 17 ആഡ് ചെയ്താലും ഈ ലെസ് ദാൻ ചേഞ്ച് വരില്ല. ഇംപ്ലൈസ് എന്താണ്? ഇംപ്ലൈസ് 3x1 + 17 ലെസ് ദാൻ 3x2 + 17 ഇംപ്ലൈസ് എന്താണ്? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? therefore x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്നാണ് കിട്ടിയത്. ഇത് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ എന്താണ്? therefore the function ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഈ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സസൈസിൽ ഇതാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻²x ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ നമ്മളിങ്ങനെ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻²x. ഇനി ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ e⁻²xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? e⁻²xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻²x ഇൻറ്റു ഈ 2xൻ്റെ ഡെറിവേറ്റീവ് 2 അങ്ങനെയാണ് നമ്മൾക്ക്. അപ്പോൾ
അപ്പോൾ 2e⁻²x എന്നാണ് കിട്ടുക. ഇത് എങ്ങനെയായാലും >0 ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. e⁻²x, ഇനി എക്സിന് നമുക്ക് ഏതെങ്കിലും റിയൽ വാല്യൂസിൽ ഏത് വാല്യൂ കൊടുക്കാം? പോസിറ്റീവ് വാല്യൂ കൊടുക്കാം, നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ e⁻²xൻ്റെ വാല്യൂ പോസിറ്റീവ്. ഇനി നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സിന് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു വെച്ചാൽ e⁻²x, അതിൻ്റെ എക്സിന് e⁻² ഇൻറ്റു ഏതെങ്കിലും ഒരു നെഗറ്റീവ് -1 തന്നെ കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുക? ഈക്വൽ ടു e⁻² -2 എന്നാണ് കിട്ടുക. e⁻² എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതുക? 1/e⁻²2 എന്ന് എഴുതുക. e⁻² എന്ന് പറഞ്ഞാൽ 1/e⁻²2. അപ്പോഴും ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നെഗറ്റീവ് വാല്യൂസ് എക്സിന് കൊടുത്താലും പോസിറ്റീവ് വാല്യൂസ് എക്സിന് കൊടുത്താലും ഇത് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും. പിന്നെ 2 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ടേം പോസിറ്റീവ് ആയിരിക്കും, >0 ആയിരിക്കും. >0 ആണെങ്കിൽ എന്താണ്? f'(x) അപ്പോൾ നമുക്ക് കിട്ടിയത് f'(x) >0 എന്നാണ് കിട്ടിയത്. f'(x) >0. f'(x) >0 ആണെങ്കിൽ എന്താണ്? therefore f is increasing on R. എല്ലാ റിയൽ വാല്യൂസിനും ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) is equal to sin x is increasing on interval 0π/2, decreasing in π/2 π, neither increasing nor decreasing in 0π. നമ്മൾ ഒരു f(x) is equal to cos x എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് sin x ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നുകൂടി പറയാം. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതിൽ സൈൻ പോസിറ്റീവ് ഇതിൽ ഓൾ പോസിറ്റീവ്, എല്ലാ പോസിറ്റീവാണ്. ഇവിടെ സൈൻ പോസിറ്റീവ്, ഇവിടെ ടാൻ പോസിറ്റീവ്, ഇവിടെ കോസ് പോസിറ്റീവ്. കോസ് പോസിറ്റീവ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് കോസ് പോസിറ്റീവ് വരുന്നത്. ഇനി ഇത് 0, ഇത് π/2, ഇത് π. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. 2π വേണ്ട. 3π/2 ആണ്, 2π ആണ്. π/2 π. ഇവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഏതാ? f(x) ഈക്വൽ ടു sin x. നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കാണും. f'(x) ഈക്വൽ ടു sin x. cos xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ -sin x എന്ന് പറഞ്ഞു. sin xൻ്റെ ഡെറിവേറ്റീവ് cos x. അപ്പോൾ f'(x) is equal to cos x എന്നാണ് കിട്ടിയത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇൻക്രീസിങ് ആണോ 0 to 2π ചോദിച്ചിട്ടുള്ളത്. 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ വരും. ഇവിടെയാണ് 0 സ്റ്റാർട്ട് ചെയ്യണത്. π/2 ഇവിടെയാണ്. 0 മുതൽ π/2 വരെയുള്ള ഇൻ്റർവെൽ, അതായത് ഈ ഇൻ്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വാഡ്രൻറ്റിൽ നമുക്ക് f'(x) cos x ആണ് കിട്ടിയത്. ഈ cos xൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ cos x പോസിറ്റീവാണ്. എല്ലാ കോസും സൈനും എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ cos x പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എങ്ങനെ cos x ഈക്വൽ >0 ആയിരിക്കും. ഫസ്റ്റ് ക്വാർട്ടറിൽ cos x >0 ആയിരിക്കും. ഇഫ് x belongs to 0π/2, x belongs to 0π/2 എന്ന് പറയുന്ന ക്വാർട്ടറിൽ cos xൻ്റെ വാല്യൂ പോസിറ്റീവ്, കാരണം എല്ലാം അവിടെ പോസിറ്റീവാണ്. ഈ cos x എന്താണ്? f'(x) ആണ്. f'(x) >0 ആണ്. അപ്പോൾ എന്താണ്? f'(x) >0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? f'(x) >0 ആണെങ്കിൽ ഫംഗ്ഷൻ f is increasing. ഏത് ഇൻ്റർവെല്ല? ഇൻ 0π/2. ഇനി അപ്പോൾ അത് പ്രൂവ് ചെയ്തു ഇൻക്രീസിങ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിക്രീസിങ് ഇൻ π/2 π എന്നാണ് ചോദിച്ചിട്ടുള്ളത്. π/2 മുതൽ, അതായത് ഈ π/2 മുതൽ π വരെ, അതായത് ഈ ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടറിലാണ്. ഈ സെക്കൻഡ് ക്വാർട്ടറിൽ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ cos xൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ കോസും നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ <0 ആയിരിക്കും.
ഇഫ് എക്സ് ബിലോങ്സ് ടു പൈ ബൈ ടു പൈ. പൈ ബൈ ടു പൈയിൽ കോസ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പൈ ബൈ ടു പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണെങ്കിൽ കോസ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ഫോർ എഫ് ഡാഷ് എക്സ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ആണ്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ദെയർഫോർ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ പൈ ബൈ ടു പൈ. ഈ ഇൻ്റർവെല്ലിൽ ഇത് ഡിക്രീസിങ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നൈദർ ഇൻക്രീസിങ് നോർ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 പൈ. അതായത് ഈ ടോട്ടൽ 0 മുതൽ പൈ ബൈ ടു കടന്ന് പൈ വരെ ഇത്രയും ടോട്ടലിൽ ഇതെങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു, ഇവിടെ മുതൽ പൈ ബൈ ടു വരെയുള്ള ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, പൈ ബൈ ടു മുതൽ പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഇത് ഡിക്രീസിങ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഇൻ്റർവെല്ലിൽ പറയുമ്പോൾ എന്താ പറയുക? ഇൻക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല, ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. 0 മുതൽ പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് എഴുതാം. ആ ഫസ്റ്റും സെക്കൻഡും പ്രൂവ് ചെയ്തതിനനുസരിച്ചാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കുന്നത് വെച്ചാൽ ഇത് രണ്ടും പ്രൂവ് ചെയ്തിട്ട് വേണം അത് എഴുതാൻ. ഇൻ എഫ് ഈസ് ഇൻക്രീസിങ് in 0 pi by 2 and f is decreasing in pi by 2 pi by 2 pi. Therefore f is neither increasing nor decreasing in 0 pi എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇൻക്രീസിങ്ങും ആണ്, ഇവിടെ ഡിക്രീസിങ്ങും ആണ്. അപ്പോൾ അതുകൊണ്ട് ടോട്ടലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയനിൽ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.